വീണ്ടും നമുക്ക് തുടരാം. കുറച്ച് കാര്യങ്ങളും കൂടെ ലീഡർഷിപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അവിടെ ലീഡർഷിപ്പിലുള്ള ആളുകളുടെ പല ജോലികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം ഞാൻ പറയാം. നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഇംഗ്ലീഷിൽ അഡ്മോണിഷ് എന്നാണ് ട്രാൻസ്ലേറ്റ്. അഡ്മോണിഷിങ് എന്ന് പറയുന്നത് പ്രബോധനമല്ല, ശരിക്കും എന്താണ്? ബുദ്ധി ഉപദേശം. ന്യൂത്തെറ്റയോ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ് അപ്പസ്തോല പ്രവൃത്തികൾ 20-ാമത്തെ അധ്യായം. പൗലോസ് അപ്പസ്തോലൻ പറയുന്നുണ്ടല്ലോ, 31-ാമത്തെ വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. 31. ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളു. ഇത് ലീഡേഴ്സിൻ്റെ ഒരു വലിയൊരു ജോലിയത്. വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു ജോലിയാണ് ബുദ്ധി പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത്. കാരണം ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, നീഡ്സ്, അവസ്ഥകളെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അതിന് തത്തുല്യമായ ഒരു ബുദ്ധി വേദപുസ്തകത്തിൽ എവിടെയാണെന്ന് മനസ്സിലാക്കി വേണം പറഞ്ഞു കൊടുക്കാൻ. തന്നെയുമല്ല, അതിനകത്തൊരു കൺഫ്രണ്ടേഷൻ എന്ന് പറയുന്നൊരു ഘടകമുണ്ട്. ഇപ്പോൾ ഒരു അവിശ്വാസിയായ ഒരു കുട്ടിയെ വിവാഹം ചെയ്യാനായിട്ടിരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ആ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് അങ്ങനെ ഒരു കാര്യം ഇദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതിനെക്കുറിച്ച് ഒട്ടൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. വചനത്തിലെ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. പറയുമ്പോൾ തന്നെ ഇദ്ദേഹം ഒഫൻഡഡായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം, സഭ വിട്ടു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അത് ബുദ്ധി തന്നെ ആയിരിക്കണം. അത് അല്ലേ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഒരു പൊട്ടത്തരായി പോകാൻ പാടില്ല. പൊട്ടത്തരായി കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ ലൈഫിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും, ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തീരും. അങ്ങനെ ക്രിസ്ത്യൻ ലൈഫിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ബുദ്ധി പറഞ്ഞു കൊടുക്കുക. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുന്നത്, പൗലോസ് ബുദ്ധി പറഞ്ഞു കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്നവർ ചെയ്യുന്ന ഒരു ജോലിയാണെന്നാണ് പറയുന്നത്. അല്ലേ, അധ്വാനിക്കുന്നവർ ചെയ്യുന്ന ഒരു കാര്യമാണ് അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുക. അത് ബുദ്ധി പറഞ്ഞു കൊടുക്കാനായിട്ട് ഉള്ള പരിജ്ഞാനവും പരിശീലനവും പ്രാപിച്ച് ഓരോരുത്തരോടും വളരെ സ്നേഹപൂർവ്വം അത് പറഞ്ഞു കൊടുക്കണം. നമുക്കറിയാം, നമുക്കൊക്കെ പല ആളുകൾ ഒത്തിരി ബുദ്ധി പറഞ്ഞു തന്നിട്ടുണ്ട് പല കാര്യങ്ങൾ. നമ്മുടെ പേരൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്, സഹോദരന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മളെ വചനം പഠിപ്പിച്ചവർ പറഞ്ഞു തന്നിട്ടുണ്ട്, ചില സമയത്ത് ഭാര്യമാർ പറഞ്ഞു തന്നിട്ടുണ്ട്, ചില സമയത്ത് മുതിർന്ന മക്കളുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിയായിരിക്കണം. ഈ ബുദ്ധിയില്ലാതെ പോയാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എത്ര സാധ്യതകളുണ്ടെങ്കിലും നമ്മൾ തകർന്നു പോകും. അങ്ങനെ ഒരു പ്രോബ്ലം അതിനകത്തുണ്ട്. ഇപ്പോൾ ആളുകൾ പറയാറില്ല 8 നിലയിൽ പൊട്ടി എന്നൊക്കെ. 8 നിലയല്ല, 88 നിലയിലും ചിലപ്പം നമ്മൾ തകർന്നു പോകും. അപ്പോൾ ധാരാളം ബുദ്ധിയുള്ള ആളുകളായിട്ട് തീരുക. ബുദ്ധി പറഞ്ഞു കൊടുക്കാനും പകർന്നു കൊടുക്കാനും പഠിക്കണം. ഈ ബുദ്ധി പകർന്നു കൊടുക്കണമെങ്കിൽ വേണ്ടുന്ന ഒരു കാര്യം, നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ വേണം. ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് വേണം. നമ്മുടെ മുതിർന്ന സഹോദരന്മാരൊക്കെ ഒത്തിരി കാര്യങ്ങൾ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് ഒരു റെഫറൻസ് കൂടാതെ തന്നെ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. ദീർഘവർഷങ്ങളിലെ വേദപുസ്തക പരിജ്ഞാനം, പിന്നെ ടീച്ചിങ്, മിനിസ്ട്രീസ്, ആളുകളുമായിട്ട് ഇടപെട്ട് പല കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് ഒക്കെ ഉണ്ടാകുന്ന വലിയൊരു അനുഭവ സമ്പത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം നമുക്കും ഒത്തിരി അനുഭവ സമ്പത്തും ദൈവവചനത്തിലുള്ള പരിജ്ഞാനവും കൂടെ ചേർത്ത് വെച്ച് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ബൈബിളിൽ 5 പുസ്തകങ്ങൾ തന്നെ വിസ്ഡം ലിറ്ററേച്ചർ എന്ന് ഉള്ള ഒരു പേരിലുണ്ടല്ലേ. യോബിൻ്റെ പുസ്തകം, പിന്നെ സങ്കീർത്തനം, സദൃശവാക്യം, സഭാപ്രസംഗി, ഉത്തമഗീതം, ഇതെല്ലാം വിസ്ഡം ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്, ആളുകൾ രക്ഷിക്കപ്പെട്ടാൽ പോരാ, പിന്നെ അവരെങ്ങനെയുള്ളവരാകണം? ദൈവജനം ബുദ്ധിയുള്ളവരായിട്ട് തീരണം എന്നും കൂടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അവർ രക്ഷിക്കപ്പെട്ടാൽ പോരാ, പിന്നെ എന്ത് വേണം? ആളുകൾക്ക്
പ്രായോഗിക വിഷയങ്ങളിൽ പരിജ്ഞാനവും അറിവും നിശ്ചയവുമുള്ള ആളുകളായിട്ട് അവർ തീരണം. അപ്പോൾ അപ്പസ്തലനായിരിക്കുന്ന പൗലോസ് ഒത്തിരി പേർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പം തിമോത്തിയോസിനെ കണ്ടപ്പോൾ പൗലോസ് പറഞ്ഞൊരു ബുദ്ധിയായിരിക്കും, നീ കർത്താവിൻ്റെ വേലയ്ക്ക് പോയാൽ നല്ലതായിരിക്കും. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോടും അത് പറഞ്ഞു കൊടുത്തുകയാണ്. ആ ചർച്ചിലെ മൂപ്പന്മാരോടും പൗലോസ് അത് പറഞ്ഞു കൊടുത്തുകയാണ്. പിന്നെ വേറൊരു സഹോദരനോട് പറയുന്നുണ്ടല്ലോ, ശുശ്രൂഷ നിർവടിയായി നിവർത്തിപ്പാൻ നോക്കണമെന്ന്. അതാരോടാ? ഒരു കൊലോസ്യ ലേഖനത്തിലാണോ? അർഹിപ്പാസിനോടല്ലേ? കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിക്കാൻ നോക്കണം എന്ന് പറയാനായിട്ട് പൗലോസ് പറഞ്ഞു. അതൊരു ബുദ്ധിയാണ്, അല്ലേ? ബുദ്ധിയാണ്. തിമോത്തിയോസിനോട് ഒത്തിരി ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്നതുപോലെയൊക്കെ ചെയ്യണം, ഇന്നതുപോലെ ചെയ്യരുത്, ചിലരെ ശ്രദ്ധിക്കണം, ചിലരെ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്, ഒക്കെ ബുദ്ധിയാണ് പൗലോസ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ശുശ്രൂഷയിൽ തീർച്ചയായിട്ടും വെളിപ്പെട്ട് വരണം. പഴയ നിയമത്തിൽ അങ്ങനെ ഒത്തിരി മനുഷ്യരുണ്ടായിരുന്നു. അഹീതോഫലിനെ കുറിച്ച് പറയുന്നത് അക്കാലത്തെ ഹെൻറി കിസ്സിംഗർ ആയിരുന്നു, അല്ലേ? അഹീതോഫൽ ഭയങ്കര ബുദ്ധിയുള്ളൊരു മനുഷ്യനായിരുന്നു. അതെ, ഒരു പ്രാവശ്യമേ പുള്ളിക്ക് തെറ്റിപ്പോയുള്ളൂ. അതങ്ങനെ ഒത്തിരി ബുദ്ധിയുള്ള ഒരു മനുഷ്യർ, ഒത്തിരി പരിജ്ഞാനമുള്ള ആളുകൾ. അപ്പോൾ അത് നമ്മുടെ ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ്. ഇപ്പോൾ ചില പിള്ളേർ ചില വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുക്കാൻ പോകുമ്പം നമ്മൾ പറയണം, എടാ നിനക്കത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നിൻ്റെ ആ ഒരു രീതി, നീ തിരഞ്ഞെടുക്കാൻ പോകുന്ന വിഷയങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുമോ? ജോലി സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തൊക്കെ പോകുന്ന സമയത്ത് കൊള്ളാൻ, നന്നായി ജോലി കിട്ടി, സന്തോഷമെന്ന് പറഞ്ഞ് പോകുമ്പം നമ്മൾ ചോദിക്കണം, അവിടെ ചർച്ചുണ്ടോ, വിശ്വാസികളുണ്ടോ, വിശ്വാസികളുമായി ബന്ധപ്പെട്ട് പോകാനുള്ള വല്ല സാധ്യതയുണ്ടോ, ഈ കോളേജിൻ്റെ നേച്ചർ എന്താണ്, ഇതൊക്കെ നമ്മൾ ചോദിക്കണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയണം, ആ കോളേജ് അല്ലാതെ വേറെയും കോളേജുകളില്ലേ, അത് തിരഞ്ഞെടുക്കാൻ പാടില്ലേ? ചോദിക്കണം. ഒരിക്കലും ഒരു പെങ്കൊച്ച് BSc നേഴ്സിംഗ് എല്ലാം കഴിഞ്ഞ് അവളിങ്ങനെ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സൗദിയിൽ ഒരു ഹോസ്പിറ്റലിൽ MOH ജോലി കിട്ടി. അപ്പോൾ എന്നോടിങ്ങനെ പറഞ്ഞു, നല്ല ജോലിയാണ്, എന്നാൽ പോയാലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സൗദിക്ക് പോകാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അവിടെ സഭകളും ഇല്ല, വിശ്വാസികളുമായിട്ട് ബന്ധപ്പെട്ടു പോകാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം രഹസ്യമായ മീറ്റിംഗാണ്. ഇന്നിവിടെയാണെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച വേറൊരു സ്ഥലത്തായിരിക്കും. നീ കുറച്ച് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ദൈവം വേറൊരു അവസരം തരുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ പറഞ്ഞു കൊടുത്തു. അത് ആ കൊച്ച് അങ്ങനെ തന്നെ അനുസരിച്ചു. ഒരു 3-4 മാസം കഴിഞ്ഞപ്പം സഭയും വിശ്വാസികളും ഒക്കെ ഉള്ള ഒരു രാജ്യത്ത് പോകാനുള്ളൊരു അവസരം കിട്ടി. അതൊരു ബുദ്ധിയാണ്, ബുദ്ധി പറഞ്ഞു കൊടുക്കുക എന്ന് പറയും. അപ്പോൾ ചില സമയത്ത് നമ്മൾ ബുദ്ധി പറഞ്ഞു കൊടുക്കില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു കൊടുത്താൽ ആൾ എനിക്കെതിരാവും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ബുദ്ധിയായിട്ട് ബുദ്ധി പറയണ്ടെന്ന് തീരുമാനിക്കും. അത് ഭയങ്കര പരാജയമായിപ്പോവും. കുറേ കാലം കഴിയുമ്പോൾ ഈ മനുഷ്യർക്ക് ബുദ്ധി ഉണ്ടാകും. അപ്പോൾ അവർ പറയാം, സോറിനന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു, ഞാനിങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന് പറയും. ചിലർ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഷെയിമായി പോവും. അങ്ങനെയുള്ള ചില ബിസിനസ്സുകളിൽ ആളുകൾ ഏർപ്പെടാൻ പോകുന്ന സമയത്ത് പറയണം, ആ ബിസിനസ് നമ്മളുമായിട്ട് പൊരുത്തപ്പെടുമോ, നമ്മുടെ വിശ്വാസമായിട്ട് പൊരുത്തപ്പെടുമോ, നിന്നെക്കൊണ്ടത് പറ്റുമോ? അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അവർക്ക് ഒരുപക്ഷെ അനിഷ്ടമായിരിക്കും. പക്ഷേ നമ്മൾ ഇഷ്ടക്കേടിലല്ലല്ലോ, സ്നേഹത്തിലും വിവേകത്തിലും ഒക്കെയാണ്, സൗമ്യമായിട്ടാണ് പറയുന്നത്. തൽക്കാലത്തേക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നിയാലും പിന്നീട് അത് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവർ, അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ്, നിങ്ങൾ ബുദ്ധി പറഞ്ഞു കൊടുക്കണം, പ്രബോധിപ്പിക്കണം എന്നാണ് 1 തെസ്സലോനിക്കർ 5:12 പറയുന്നത്. പക്ഷേ പ്രബോധിപ്പിക്കുക എന്നല്ല, ശരിക്കും അഡ്മോണിഷ് ചെയ്യുക, യാഥാർത്ഥ്യങ്ങളെ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് കാണാനും അത് തിരുത്താനും ഒക്കെയുള്ള അവസരങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുക. അപ്പോൾ ഒരു അളവിൽ പറഞ്ഞാൽ അതൊരു കൗൺസിലിംഗ് ആണ്. അത് നമ്മൾ ചെയ്യണം. നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിച്ച് അതിലെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നമുക്കുണ്ടായി വരുന്ന അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പ്രാപിച്ചെടുക്കുന്ന ഒരു വിസ്ഡമാണ്.
അപ്പം അത് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറ്റണം. അങ്ങനെ ചെയ്യുന്നതാണ് അനുഗ്രഹങ്ങൾ. അങ്ങനെ ചെയ്ത് എന്തോരം സഹോദരന്മാർ ഏതെല്ലാം ഊരാക്കുടുക്കുകളിൽ നിന്ന് സഹോദരന്മാർ രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ടല്ലേ. എന്തെല്ലാം ഇടാകൂടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി തകർന്നു പോകാമായിരുന്ന പല കുടുംബ ബന്ധങ്ങളെയും വിളക്കി ചേർക്കാൻ ഇങ്ങനെയുള്ള ബുദ്ധി ഉപദേശത്തിന് പറ്റിയിട്ടുണ്ട്. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് എത്രയോ മനുഷ്യരെ, ചെറുപ്പക്കാരെയും മുതിർന്നവരെയൊക്കെ രക്ഷിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ. അപ്പോൾ ബുദ്ധി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതൊരു പ്രസംഗത്തിൽ പറ്റുമോ എന്ന് ചോദിച്ചാൽ, പ്രസംഗത്തിൽ എല്ലാ ബുദ്ധിയും കൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എല്ലാവരുടെയും ഇഷ്യൂസ് പേഴ്സണലി കൈകാര്യം ചെയ്യുന്നുണ്ടോ? ഇല്ല. പൗലോസ് പറയുന്നത് ഓരോരുത്തന് ബുദ്ധി പകർന്നു കൊടുത്തെന്നാണ് പറയുന്നത്. ഓരോരുത്തന്. അത് എൽഡേഴ്സിനും പകർന്നു കൊടുത്തു അദ്ദേഹം, മൂപ്പന്മാർക്കും അദ്ദേഹം ബുദ്ധി പറഞ്ഞു കൊടുത്തു. പൗലോസ് ഈ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതിൽ ബഹുമിടുക്കനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് രാവും പകലും അത് ചെയ്തെന്നാണ് പറയുന്നത്, കണ്ണുനീരോടുകൂടി, വളരെ പ്രാർത്ഥനയോടുകൂടി അദ്ദേഹം അത് ചെയ്തു. അത് വലിയ അനുഗ്രഹത്തിന് കാരണമായിട്ട് തീർന്നു. മോശയ്ക്ക് തൻ്റെ അമ്മായിയപ്പനായി ഇത്ര ബുദ്ധി പറഞ്ഞു കൊടുത്തു ഇല്ലേ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ വെയിലും കൊണ്ടിങ്ങനെ ഇരുന്നാൽ എൻ്റെ മോനെ നീ നശിവും ജനവും നശിവും, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അദ്ദേഹം അത് സ്വീകരിച്ചു, ബുദ്ധി പറഞ്ഞു കൊടുത്തു. ബുദ്ധിയുള്ള ആളുകളായി തീരാൻ എന്ത് ചെയ്യണം? എന്തൊക്കെ ചെയ്യാൻ പറ്റും? വചനം വായിക്കണം, പിന്നെ ശ്രദ്ധയുള്ളവരായിരിക്കണം, ഭക്തിയുള്ളവരായിരിക്കണം, പ്രാർത്ഥനയുള്ളവരായിരിക്കണം, അനുഭവങ്ങളിൽ നിന്ന് പഠിക്കണം. ഇതിനെല്ലാം ഓരോ വാക്യങ്ങളും കൂടെ പറഞ്ഞ്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ, അതെ. അപ്പോൾ ദൈവത്തോടുള്ള ബഹുമാനമാണ് പരിജ്ഞാനത്തിലേക്കുള്ള ഒരു വാതിൽ. ആ ബഹുമാനമുള്ള മനുഷ്യരെയാണ് ദൈവം ആ ഫീൽഡിലേക്ക് കൊണ്ടുപോവുള്ളൂ. അതൊരു ഡിവൈൻ ബ്ലെസ്സിങ് ആണ്. അത് എല്ലാവർക്കും ഇല്ല. പക്ഷേ ദൈവം അത് ദൈവഭക്തിയുടെ പ്രത്യുപകാരമായിട്ട് അത് കിട്ടും. പിന്നെ എന്താ വേറൊരു വാക്യം? ദൈവത്തിൻ്റെ വചനമല്ലേ 19-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ധാരാളം പഠിക്കണം. പിന്നെ റോമാലേഖനത്തിലൊരു പ്രയോഗം ഉണ്ടല്ലോ, മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും, അതെ. അപ്പം പഴയ നിയമ ചരിത്രം അത് പഠിച്ചും വിശകലനം ചെയ്തും ഒത്തിരി ബുദ്ധി ഉണ്ടാകുന്നതായിരുന്നു. അബ്രഹാമിൻ്റെ ചരിത്രം, ഇസഹാക്കിൻ്റെ ചരിത്രം, യാക്കോബിൻ്റേത്, മോശയുടെ ചരിത്രം, ഇസ്രായേലിൻ്റെ ചരിത്രം, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഭാഗങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാകും? ഗിദെയോൻ്റെ ചരിത്രത്തെക്കുറിച്ച് വാറൻ VSB എന്ന് പറഞ്ഞ ദൈവദാസൻ പറയുന്ന ഒരു പ്രസ്താവനയാണ്, നല്ല തുടക്കം നല്ല അവസാനത്തിന് ഗ്യാരണ്ടി അല്ല. അതൊരു ബുദ്ധിയാണ്. കാരണം ഗിദെയോൻ്റെ നല്ല തുടക്കമായിരുന്നു, പക്ഷെ അവസാനം നന്നായില്ല. അപ്പോൾ അദ്ദേഹം അതിന് കൊടുത്ത ഒരു പ്രസ്താവന, നല്ല തുടക്കങ്ങൾ എല്ലായ്പ്പോഴും നല്ല അവസാനങ്ങളെ ആകണമെന്നില്ല, അതിനുള്ള ഗ്യാരണ്ടി ഇല്ല. അത് പഠിച്ചുണ്ടായ ഒരു ഇതാണ്. പിന്നെ എന്താണ്? നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് ചോദിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. കണ്ടോ? പിന്നെ പറയുന്ന ഒരു പ്രസ്താവനയാണ്, ജ്ഞാനികളോടുകൂടെ നടക്കുക, എന്നാൽ നീയും. അപ്പോൾ ഇങ്ങനെ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന മുതിർന്ന സഹോദരന്മാരുടെ ഒപ്പം നടക്കുക, അവരുടെ ഒപ്പം ശുശ്രൂഷകളിൽ സംബന്ധിക്കുക, അവർ ചെയ്യുന്നത് കാണുക, ശ്രദ്ധിക്കുക, ഒബ്സർവ് ചെയ്യുക. ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു, മനുഷ്യനെ മൂർച്ച കൂട്ടുന്നു, അല്ലേ? ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ നമ്മളിരുന്ന് ഇൻട്രാക്ട് ചെയ്യുകയും ഒരാളൊരു അഭിപ്രായം പറയുന്നു, വേറൊരാൾ പറയുന്നു, ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ കുറച്ച് ഷാർപ്പാകും. അങ്ങനെ ഓരോ മീറ്റിങ്ങും കഴിയുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ വീണ്ടും കുറച്ചുകൂടെ ഷാർപ്പാകും, വീണ്ടും കുറച്ചുകൂടെ ഷാർപ്പാകും, വീണ്ടും കുറച്ചുകൂടെ ഷാർപ്പാകും. അപ്പം ഇതൊക്കെ നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന വഴികളാണ്. നമ്മുടെ ശുശ്രൂഷകൾക്ക് പ്രതിഫലമുണ്ട് കേട്ടോ, ധാരാളം പ്രതിഫലങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഒരു വാക്ക് മാത്രം പറയട്ടെ. 1 പത്രോസ് 5-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ പറയുന്നത്, തേജസ്സിൻ്റെ വാടാത്ത കിരീടം. നമ്മൾ ഈ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ സമയം ചെലവഴിക്കുന്നു, മണിക്കൂറുകൾ ചെലവഴിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കഷ്ടപ്പെടുന്നു, ഉപദ്രവം ഏറ്റിട്ട് അനുഗ്രഹിക്കുന്നു, ശകാരം കേട്ടിട്ട് തിരിച്ചു പറയുന്നില്ല. ഇതെല്ലാം ചെയ്ത് കിടക്കുമ്പോൾ വിശ്വാസികളുടെ ഉള്ളിൽ തന്നെ, സഹോദരന്മാരുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ തോന്നും, ഞാൻ എന്തിനാ വെറുതെ ഇതെല്ലാം കേട്ടിങ്ങനെ നടക്കണം, എനിക്ക് ഇതിൻ്റെ ആവശ്യമുള്ളത്.
പക്ഷെ വേദപുസ്തകത്തിൽ എന്താ പറയുന്നത്? തേജസ്സിൻ്റെ വാടാത്ത കിരീടം, അതിനുള്ള ഒരു ഒരുക്കമാണെന്നാണ് പറയുന്നത്. തേജസ്സിൻ്റെ വാടാത്ത കിരീടം. ഇനി അത് കർത്താവിൻ്റെ കാലത്ത് മാത്രമേ കിട്ടുള്ളൂ എന്ന് വിചാരിക്കേണ്ട. വേറെ ഒത്തിരി നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായിട്ട് ദൈവം നൽകുന്നു. നന്മ ചെയ്യുകയിൽ തളർന്നു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ കൊയ്യും. മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യുമെന്ന് പറയണം. നന്മ വിതച്ചാൽ അവൻ എന്ത് കൊയ്യും? നന്മ തന്നെ കൊയ്യും. അത് ദൈവം അത് ചെയ്തിരിക്കും, അതിന് യാതൊരു സംശയവും വിചാരിക്കേണ്ട. നല്ലൊരു സ്വഭാവം ഉണ്ടായി വരും മനുഷ്യർക്ക്. ബില്ലി ഗ്രഹാം ഒരു വലിയ ദൈവദാസനായിരുന്നു. അദ്ദേഹത്തോട് ഏത് പ്രസിഡൻ്റാണ് പറഞ്ഞത്? ജപ്പാനിലെ അംബാസഡറായിട്ട് പോകാമെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി ഈ മനുഷ്യൻ പോയാലും വിജയിക്കും. ഡെമോക്രാറ്റ്സ് ആണോ റിപ്പബ്ലിക്കൻസ് ആണോ? അവർ പറഞ്ഞു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റായിട്ട് നിൽക്കാവോ എന്ന് ചോദിച്ചു. വചനവുമായിട്ട് ഇടപെട്ട് പ്രസംഗിച്ച് ശുശ്രൂഷ ചെയ്ത് ജീവിച്ച് പ്രാർത്ഥിച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പം ദൈവം അദ്ദേഹത്തെ നന്നായി ഒരുക്കിയെടുത്തു. നല്ല കൊള്ളാകുന്ന വ്യക്തിത്വമായിട്ട് തീർന്നു. അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം ചെയ്യും. നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് വളരെ ശുദ്ധീകരിച്ച് മെച്ചപ്പെടുത്തി വലിയ നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും എത്തിക്കും. നമ്മുടെ ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പം കർത്താവിൻ്റെ അപ്പസ്തലനായിരിക്കുന്ന പൗലോസ് ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യരുടെ യോഗ്യതകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒത്തിരി യോഗ്യതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മുഴുവനും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് പറഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും. 1 തിമോത്തി 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ മൂപ്പന്മാരുടെ യോഗ്യതകളെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു സഹോദരൻ ഒരിക്കൽ പറഞ്ഞത്, വായിച്ചതാണ് പ്രസംഗിച്ച് കേട്ടാണ്, ഞാൻ ഓർക്കുന്നില്ല. എല്ലാ മനുഷ്യർക്കും വേണ്ട കാര്യങ്ങളായി പറയുന്നത്. മൂപ്പൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം. വിശ്വാസികൾ അങ്ങനെ അല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. മൂപ്പന്മാർ വഴക്ക് കൂടുന്നവരായിരിക്കുന്നത്. വിശ്വാസികൾ കർത്തൃമേശ കഴിഞ്ഞ് എന്നാന്ന് വെച്ചാൽ ചെയ്തോ, അങ്ങനെ പറയാൻ പറ്റില്ല. മൂപ്പന്മാർ വീഞ്ഞ് പ്രിയപ്പെടുന്നവരാകരുത്. വിശ്വാസികൾ അത്യാവശ്യമൊക്കെ. മൂപ്പന്മാർ ദ്രവ്യാഗ്രഹികളായത്. വിശ്വാസികൾ പൈസ പലിശയ്ക്ക് കൊടുക്കണതിന് കുഴപ്പമില്ല. അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എന്താ ഈ പറയുന്നത്? ഇത് എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയ കാര്യമാണ്. പിന്നെ എന്തിനത് മൂപ്പന്മാരുടെ യോഗ്യതയായിട്ട് പറയുന്നത്? മൂപ്പനായിട്ട് ഒരാളെ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെയൊക്കെയാണോ പോകുന്നതെന്ന് പരിശോധിക്കാനുള്ള ഒരു സൂചികയായിട്ട് ഇതിനെ കണക്കിലെടുക്കണം. എല്ലാ പുരുഷന്മാരുടെയും ജീവിതത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഇത്, ഈ പറയുന്ന കാര്യങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, മൂപ്പന്മാർ ബ്ലെയിംലെസ് ആണ്. ചർച്ചിലെ 5-6 സഹോദരന്മാർ അങ്ങനെയല്ല. പല അപവാദങ്ങൾ അവരെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സഭ വളരുമോ? അവർ താമസിക്കുന്നതിൻ്റെ അടുത്ത് പോയി സുവിശേഷം പറയാൻ പറ്റുമോ? മിണ്ടാൻ പറ്റില്ല. അപ്പോൾ ഇത് മൂപ്പന്മാർക്ക് മാത്രം പോരാ, എല്ലാവർക്കും വേണം. പക്ഷെ മൂപ്പന്മാർ ഉറപ്പായിട്ടും എങ്ങനെയായിരിക്കണം? ആ വിഷയത്തിൽ മാതൃകയുള്ള ആളുകളായിട്ടിരിക്കണം. ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ കൊല്ലത്ത് ഒരു വീട്ടിൽ ഇങ്ങനെ പോയ സമയത്ത്, ആദ്യം പോയ സമയത്ത് ചുറ്റുമുള്ള ആളുകൾ പറഞ്ഞ, അയ്യോ അമ്മിച്ച് എന്തോ ഒരു അനുഗ്രഹമായിട്ട് ജീവിക്കുന്ന, എത്ര മാതൃകയായി, എന്തോ ഒരു വ്യത്യാസമൊക്കെ അവർക്ക് വന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഈ അടുത്ത കാലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം പോന്നു. അധികം സമയം അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സാക്ഷ്യം മാറിപ്പോയി. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അധ്യക്ഷൻ നിരപവാദ്യനായി. ആരെക്കുറിച്ചും എന്തും പറയാൻ കേട്ടോ, എന്തും പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അന്വേഷിച്ച് വരുമ്പോൾ അതിൽ കഴമ്പ് കാണരുത്. എന്ത് അപവാദവും പറയാൻ ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആളുകൾ പറയും. പക്ഷേ പറയുന്നതിന് കുഴപ്പമില്ല. ഈ പറയുന്ന കാര്യത്തിനകത്ത് എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടോ എന്നുള്ള കാര്യം തെളിയിക്കണം. കണ്ടൻറ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞ ആളതിന് കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പം ഈ നിരപവാദ്യരായിട്ടിരിക്കണം എന്ന് പറയുന്ന ഈ ആശയത്തെക്കുറിച്ച് പറയുന്ന ഓൾ എംബ്രേസിങ് ക്വാളിഫിക്കേഷൻ, ഇതുണ്ടെങ്കിൽ എല്ലാമായി. കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഇടപാടുകളെക്കുറിച്ചും ഉപദേശത്തെക്കുറിച്ചും നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തെ ദൈവം ബ്ലെയിംലെസ് ആയിട്ട് സൂക്ഷിക്കണം.
ലെക്ചേഴ്സ് ടു മൈ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായ പുസ്തകമുണ്ട് C.H. സ്പർജൻ്റെ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, കർത്താവ് എന്നെ ശുശ്രൂഷയിൽ നിന്ന് നീക്കിക്കളയരുതേ എന്നുള്ളത് തൻ്റെ ഒരു പ്രാർത്ഥന. അത്രയും വലിയൊരു ദൈവദാസനാണ്, പുള്ളിയുടെ പ്രാർത്ഥനയാണ്, എന്നെ ഇതിൽ നിന്ന് നീക്കിക്കളയരുതേ, നീങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വരരുതേ എന്ന്. എത്ര ജാഗ്രതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ ചർച്ചിലെ നമ്മളെ നയിക്കുന്ന സഹോദരന്മാരെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവ് അവർ ഒരു ഡിസ്ഗ്രേസ്ഫുൾ ആകരുത്, അവരുടെ വൈഫ്സിനെ കുറിച്ച് ദൈവം ബ്ലെയിംലെസ്സായി, അവരുടെ പിള്ളേരെ ബ്ലെയിംലെസ്സായി ഒക്കെ സൂക്ഷിക്കണം. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല. അവരെയൊക്കെ ദൈവം അതുപോലെ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിച്ചാലാണ് ശരിയാവും. ഈ നല്ല ദൈവദാസന്മാർ, നല്ല ലീഡേഴ്സ് എന്ന് പറയുന്ന സഭയ്ക്ക് ഒരു വലിയ അസറ്റാണ് അല്ലേ? ഒരു വലിയ അസറ്റാണ്, ഒരു വലിയ അനുഗ്രഹമാണ്, ഒരു വലിയ ബാക്ക് ബോണാണ് അവർ. ഇനി അവർ വീണുപോയാലോ അത് നമുക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരു കാര്യമാണ്. ഏക ഭാര്യയുടെ ഭർത്താവ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അതൊക്കെ നമ്മുടെ ഇടയിൽ ധാരാളം പറയുന്ന കാര്യങ്ങളാണ്. പിന്നീട് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളുണ്ടല്ലോ, നിർമ്മതനും ജിതേന്ദ്രിയനും, ടെമ്പറേറ്റ് ആൻഡ് പ്രൂഡൻറ്റ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പസ്തലനായ പൗലോസ് സഭയുടെ നേതാക്കന്മാരെ കുറിച്ച് പറയുമ്പം ഈ രണ്ട് വാക്കുകൾ വളരെ അടുത്ത സാമ്യമുള്ള രണ്ട് പദങ്ങളാണ്. ഈ രണ്ട് പദങ്ങൾ ഉപയോഗിക്കുമ്പം വളരെ ചെറുതെന്ന് തോന്നുന്ന വ്യത്യാസത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം വീഞ്ഞൊക്കെ കുടിക്കുമ്പം അവരവരുടെ ഒരു ഇതിനനുസരിച്ച് കഴിക്കണമെന്ന്, മിതത്വം പാലിച്ച് കഴിക്കണം. സോബർ മൈൻഡ്, സോബറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണം വേണം ഏതൊരു കാര്യത്തിലും. സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുമ്പം ഒരു നിയന്ത്രണം വേണം, ഒരു സെൽഫ് കൺട്രോൾ വേണം. ഇനി അടുത്ത വാക്ക്, ഈ പ്രൂഡൻറ്റ് എന്ന് പറയുന്ന പദം, ജിതേന്ദ്രിയൻ എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അവിടെ ഈ വ്യാഖ്യാതാക്കൾ പറയുന്നത് സെൽഫ് കൺട്രോൾ എന്നുള്ള അർത്ഥമുണ്ട്, പക്ഷേ ഈ ഒരു ഇഷ്യൂസിനെ ശരിക്ക് വിവേചിച്ചെടുക്കുന്ന, അതിലെ ശരി തെറ്റ് ഏതാണെന്ന് പറയാൻ പറ്റുന്ന ഒരു ജഡ്ജ്മെൻറ്റ് എക്സസൈസ് ചെയ്യാനുള്ള ഒരു കഴിവാണ്, ഡിസ്ക്രീറ്റ് ചെയ്യാനുള്ള. അതാണ് ഈ രണ്ടാമത് പറയുന്നത്. ഇപ്പം നമ്മുടെ വളരെ അടുത്ത രണ്ടാളുകൾ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായി ചർച്ചിൽ, ആ വിഷയത്തിൽ എൽഡേഴ്സ് ഇടപെടേണ്ട ഒരു സാഹചര്യം വരുമ്പം രണ്ടും വേണം. ഇത് കേട്ട് നമ്മൾ സെൽഫ് കൺട്രോൾഡ് ആയിട്ടിരിക്കണം, അത് മാത്രം പോരാ. ഈ വ്യത്യാസം എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ തലനാരിഴയ്ക്ക് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടായ ഡിഫറൻസ് ആയിരിക്കും. പക്ഷെ അത് കണ്ടെത്താനും ജഡ്ജ്മെൻറ്റിൽ ഇമ്പാർഷ്യലായിട്ട് വിവേകപൂർവ്വം അത് പറയാനായിട്ടുള്ള ഒരു കഴിവ്, ഇത് രണ്ടും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനും ഇത് നമ്മുടെ മിനിസ്ട്രിയിലേക്ക് ഇത് കൊണ്ടുവരാനും ഒക്കെ ഞാൻ നോക്കിയിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും അങ്ങനെ ബ്രദറെ അങ്ങനെ അല്ല, അതിങ്ങനെയാണെന്ന് പറയാൻ ഒന്നേയും നമുക്ക് അറിവില്ല, ചിലപ്പോൾ അറിവുണ്ടെങ്കിൽ തന്നെ പറയാനുള്ള ധൈര്യം ഇല്ല. ഇപ്പോൾ എൽഡേഴ്സ് ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ ആ ചർച്ചിൻ്റെ ലീഡേഴ്സ് ഒരു തീരുമാനം, ഒരു അഭിപ്രായം പറയാമെന്ന് പറയുമ്പം അവർ ദൈവശബ്ദമാണല്ലോ അവർ പ്രതിധ്വനിപ്പിക്കേണ്ടത്. അവിടെ ഒത്തിരി ഒരു വിവേകം നമുക്ക് വേണം, ഒരു പരിജ്ഞാനവും ഒക്കെ വേണം, എന്നാലേ അത് പറ്റുള്ളൂ. ഇതൊക്കെ എങ്ങനെ സൃഷ്ടിച്ചെടുക്കും? ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവെ, ഞങ്ങൾക്ക് അതിനുള്ള കഴിവ് തരണമേ, അതിനുള്ള ബുദ്ധി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ നിലയിലൊക്കെ ചിന്തിക്കാനായിട്ടുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് ചോദിക്കാം. സുശീലൻ എന്ന് പറയുന്ന പദത്തിന് റെസ്പെക്റ്റബിൾ എന്നാണ്. റെസ്പെക്റ്റബിൾ, അതായത് ഈ പ്രൂഡൻസ് കഴിഞ്ഞാണ് റെസ്പെക്റ്റബിൾ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ജിതേന്ദ്രിയൻ എന്ന് പറഞ്ഞിട്ടാണ് സുശീലൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ സാഹചര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ബഹുമാനപൂർവ്വം പെരുമാറാനായിട്ട് ഓരോ സാഹചര്യങ്ങളിൽ അതനുസരിച്ച് പെരുമാറുന്ന മനുഷ്യരോട് നമുക്കൊരു പ്രത്യേക സ്നേഹം തോന്നും, ബഹുമാനം തോന്നും. ഈ റെസ്പെക്റ്റബിളിന് ഉപയോഗിച്ചിട്ടുള്ള പദമാണ് കോസ്മിയോസ്. കോസ്മിയോസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ബിഹേവിയർ ആൻഡ് ഓർഡർലിനെസ്. ശരിക്ക് പെരുമാറുക, ഓർഡർലി ആയിട്ട് പെരുമാറുക. പിള്ളേരുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പെരുമാറുന്ന പോലെ ഫ്യൂണറലിന് പറ്റുമോ? പറ്റില്ല.
ആ സമയത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് പോലും അല്പം വ്യത്യാസമുണ്ട്. വെഡിങ്ങിന് വേറൊന്ന്. അങ്ങനെ ഓരോ ഒക്കേഷനിലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, പെരുമാറ്റം ഒക്കെ. ഒരിക്കൽ ഒരു കൂടിവരവൊക്കെ ആരംഭിച്ച സമയത്ത് ഒരു സഹോദരനോട് കർത്തൃമേശ വന്ന് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി ഇങ്ങനെ നടന്ന് പോകുന്ന, സാധാരണ അങ്ങ് നടന്നു പോകുന്ന പോലെ ഒരു പോക്കങ്ങ് പോയി. കർത്തൃമേശ മേശയുടെ അടുത്ത് പോയി വേഗം മുറിച്ച് ഇങ്ങനെ പോകുന്നു. അപ്പം ഞങ്ങൾ പുള്ളിയോട് പറഞ്ഞു, അല്ല ഇപ്പം സ്പീഡിൽ പോകാനായിട്ട് നമ്മൾ ബസ് പിടിക്കാൻ പോവുമല്ലോ, ഒരു സാവകാശത്തിൽ അങ്ങ് നടന്നു പോകും. ആളുകൾ കാണുമ്പോൾ അവർക്കൊരു മതിപ്പുണ്ടാകണം. ഇത് പോകുന്ന ശുശ്രൂഷയുടെ ഒരു ഗൗരവ സ്വഭാവമൊക്കെ ഉൾക്കൊണ്ട് അത്രയും സ്പീഡിൽ പോകണമെന്നില്ല. ഒരിത്തിരി സാവകാശം അങ്ങ് നടന്നു പോയി ആ മിനിസ്ട്രി യോഗ്യമായി ചെയ്ത് മടങ്ങിപ്പോരാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എന്താണ് ഈ റെസ്പെക്റ്റബിൾ ആയിട്ട് പെരുമാറുക എന്ന് പറയുന്നത് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. പഠിച്ചെടുക്കേണ്ട കാര്യമാണ്. ഓരോരോ ഒക്കേഷനിലെ ഓരോ സാഹചര്യങ്ങളിലൊക്കെ പൗലോസ് തിമോത്തിയോസിനോട് പറയുമ്പോൾ പറയുന്നുണ്ടല്ലോ, നമ്മളെക്കാൾ പ്രായമുള്ള ആളുകളോട്, പ്രായം കുറഞ്ഞവരോട്, മുതിർന്ന സ്ത്രീകളോട്, ഇളയ സ്ത്രീകളോട്, വിധവമാരിൽ തന്നെ ചിലർ 60 വയസ്സിന് മേൽ പ്രായമുള്ള ആളുകളാണ്, ചിലർ യങ് വിഡോസാണ്, അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് പൗലോസ് പറയുന്നുണ്ടല്ലോ, സഭ എന്ന ദൈവാലയത്തിൽ എങ്ങനെ നടക്കണം എന്ന് നീ അറിയേണ്ടതിന്. അപ്പോൾ ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ് ദൈവത്തിൻ്റെ സഭ. അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലെങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന കാര്യം പഠിച്ചെടുക്കണം. നമ്മുടെ ചർച്ചിൽ ഒരാൾ പുതുതായിട്ട് വന്നാൽ നമ്മളെങ്ങനെ ഒരു സ്വാഗതം പറയണ്ടേ? അവർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒന്ന് പോയി സ്വീകരിക്കേണ്ടത്? ഒത്തിരി സഭകളിൽ, പഴക്കമുള്ള പല സഭകളിലും കണ്ടിട്ടുള്ളൊരു കാര്യം, ആര് പുതുതായിട്ട് വന്നെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവർ ഇങ്ങനെ ഒന്ന് ചിലപ്പോൾ നോക്കിയെങ്കിലായി, അത്ര തന്നെ. ആര് വന്നാലും പ്രശ്നമില്ല, പോയാലും ഒരു പ്രശ്നം. ഒരാളെ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുന്ന ആളുകൾ എന്തോരം അധ്വാനിച്ചിട്ടായിരിക്കും എന്നറിയാം ഒരാളെ കൊണ്ടുവരുന്നത്. ശരിയല്ലേ? ഇപ്പോഴത്തെ കാലത്ത് ഒരാളെ കിട്ടണമെങ്കിൽ വളരെ അധ്വാനിക്കണം. അപ്പോൾ അതിൻ്റെ വിഷമം അറിയാവുന്നവർ അവിടെ തീർച്ചയായിട്ടും കാണും. അവരതുപോലെ അധ്വാനിച്ചായിരിക്കും ഒരാളെ വിശ്വാസത്തിലേക്ക് നയിക്കുകയോ സഭാ കൂടി ഒരു യോഗത്തിന് കൊണ്ടുവരിക. അപ്പോൾ അത് നമ്മൾ ഇരുന്ന ഇരിപ്പിൽ ഇങ്ങനെ ഒന്ന് നോക്കി, അത്ര തന്നെ. സങ്കടം തോന്നും. അപ്പോൾ ആളുകൾക്ക്, ഈ കൊണ്ടുവരുന്ന മനുഷ്യർക്ക് വളരെ സങ്കടം തോന്നും. അപ്പം മീറ്റിംഗ് തുടങ്ങി നമ്മൾ വന്ന് ചെന്നൊന്ന് കൈ കൊടുത്ത് ഹലോ ഒക്കെ ഒന്ന് പറഞ്ഞ് വന്നതിൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ അവർക്കും ഒരു ഫീലിംഗ് ഉണ്ടാകും, വെൽക്കം ഫീലിംഗ് അവർക്കും ഉണ്ട്. അത് വേണ്ടേ? അത് വേണം. അതൊക്കെ വളരെ പ്രായോഗികമായിരിക്കുന്ന കാര്യങ്ങളാണ്. ഹോസ്പിറ്റാലിറ്റിയെക്കുറിച്ചൊക്കെ ഒത്തിരിയും പറഞ്ഞിട്ടുണ്ട്. ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം, അല്ലേ? ദൈവത്തിൻ്റെ വചനം ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ബലം, ശക്തി എന്നിത്യാദി കാര്യങ്ങൾ. നമ്മുടെ ശുശ്രൂഷ നന്നാവണമെങ്കിൽ 3 കാര്യങ്ങൾ വേണമെന്നാണ്. 1, വചനത്തിൽ അറിവ് വേണം. 2, ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. 3, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യണം. ഒരു ദിവസം കൊണ്ടല്ല, ഇതെല്ലാം പയ്യെ പയ്യെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം. വേണ്ടേ? ഇതെല്ലാം വേണ്ടേ? ഇരുന്ന് പഠിക്കണ്ടേ? പഠിച്ചാലല്ലേ വചനത്തിൽ അറിവുണ്ടാവുകയുള്ളൂ. വചനത്തിൽ അറിവുണ്ടാവണമെങ്കിൽ ഇരുന്ന് ഇത് പഠിക്കണം, ഒത്തിരി വായിക്കണം, പുസ്തകങ്ങളൊക്കെ വാങ്ങണം. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഈ പല ആളുകളൊക്കെ സംസാരിക്കുമ്പം അത് ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ വളരെ പാടാണ്. ഇത് ആര് പറഞ്ഞതാണ്, ആരോട് പറഞ്ഞതാണ്, എന്ന് പറഞ്ഞതാണ്, എപ്പോൾ പറഞ്ഞതാണ്, ഇതൊക്കെ മനസ്സിലാക്കിയാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ എന്നതാണ് ഈ പറയുന്നതെന്ന്. അപ്പം നമ്മൾ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചിന്തിക്കണം? ഞാനിങ്ങനെ പറഞ്ഞാൽ ചർച്ചിൽ വല്ല മനുഷ്യർക്കും മനസ്സിലാവുമോ? ഞാനിങ്ങനെ പറഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് പിടുത്തം കിട്ടുമോ? പിടുത്തം കിട്ടണമെങ്കിൽ ഞാനിത് എങ്ങനെ അവതരിപ്പിക്കണം? അപ്പോൾ അത്രയും കാര്യങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്താലേ നമുക്ക് നന്നായിട്ട് അത് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം വചനത്തിൽ അറിവുണ്ടാവണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിൻ്റെ വചനം ധാരാളം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം. അതിന് എളുപ്പ വഴി ഒന്നുമില്ല. വചനം വായിച്ച് 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 പരിചയപ്പെടുക എന്നുള്ളത്. ഇപ്പം നമ്മുടെ വീട്ടിലെ ഈ സഹോദരിമാരെ അടുക്കളയിൽ അവരുടെ കണ്ണ് കെട്ടിയിട്ട് മുളക് പൊടി എടുക്കാൻ പറഞ്ഞാൽ അവർ കൃത്യം എടുക്കും. ആ സ്ഥലം അവർക്ക് അറിയാതെ എവിടെ ഇരിക്കുന്നതെന്നും അറിയാം. അപ്പം നമ്മളോട് പറയാം, വേദപുസ്തകത്തിൽ ഇന്ന വാക്യം, ചുമ്മാ അങ്ങ് പറഞ്ഞേ ഉള്ളൂ, വാക്യവും പറഞ്ഞില്ല, വാക്യ സൂചകവും പറഞ്ഞില്ല, എന്നാലും ഏതാണ്ട് ഒരു ലൊക്കേഷൻ നമുക്ക്, അതിങ്ങനെ ഒരു വാക്യം യെശയ്യാ പ്രവചനത്തിലില്ല.
വേറെ ഏതെങ്കിലും അത്രയെങ്കിലും ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ വേണം. അതെങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഇത് വായിച്ചേ ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ബ്രാഹ്മണസ്വരം പറഞ്ഞ പോലെ ഇതിരുന്ന് വായിക്കുക എന്നുള്ളതല്ലാതെ ഇതിന് വേറെ യാതൊരു ഷോർട്ട് കട്ടും ഇല്ല. വായിച്ച് വേദപുസ്തകവുമായിട്ട് പരിചയപ്പെടുക, ആ പരിചയം സമ്പാദിച്ചെടുക്കുക. പിന്നെ എന്താ നമുക്ക് പറയേണ്ടത്? വീഞ്ഞിന് അടിമപ്പെടരുതെന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതൊന്നും നമുക്ക് ഒക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. മദ്യപ്രിയനാകരുത്. പിന്നെ എന്താ പറയുന്നത്? തല്ലുകാരനരുത്. ബാഡ് ടെമ്പേർഡ്, ഔട്ട് ഓഫ് കൺട്രോൾ, നിയന്ത്രണം വിട്ട് പോവുക. പിന്നെ പറയുന്നത് എന്താണ്? ശാന്തനായിരിക്കണം. ഈ ശാന്തനായിരിക്കണം എന്ന വാക്കിനെ കുറിച്ച് ഞാനിങ്ങനെ വായിച്ചു പറഞ്ഞു. ഇംഗ്ലീഷ് ഭാഷയിൽ അത് മുഴുവനും കൊണ്ടുവരാൻ പറ്റിയൊരു പദം ഇല്ലെന്നാണ് പറയുന്നത്. ജെൻറ്റിൽ, കൈൻഡ് എന്നൊക്കെയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്താക്കുന്നത്. നല്ലൊരു പദമില്ല, ആശയം മുഴുവൻ കൊണ്ടുവരാൻ പറ്റിയൊരു വാക്ക് ഇല്ല. മറ്റുള്ളവരെ നമ്മൾ എന്താണ് വഹിക്കുന്നവരും സഹിക്കുന്നവരും ക്ഷമിക്കുന്നവരും ഒക്കെ എന്നുള്ളൊരാശയം അതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. കർത്താവിനെക്കുറിച്ച് പറയുന്നത് സങ്കീർത്തനം 86:5 അവിടെ എന്താ പറയുന്നത്? നല്ലവനാണ്, ക്ഷമിക്കുന്നവനാണ്, വിളിച്ചപേക്ഷിക്കുന്നവരോടൊക്കെ ദയാലുവുമാണ്. വണ്ടർ ഷെപ്പേഡ്സിനെ കുറിച്ച് പറയുന്നത് കർത്താവിൻ്റെ മനസ്സ് ഷെയർ ചെയ്യണം. കർത്താവ് ഒത്തിരി ക്ഷമിക്കുകയും സഹിക്കുകയും വഹിക്കുകയും ഒക്കെ ചെയ്യുന്നവനാണ്. നമ്മളും എന്ത് ചെയ്യണം? അതൊക്കെ നമുക്കും വേണം. അതൊക്കെ നമ്മുടെയും ജീവിതത്തിൽ ആവശ്യമാണ്. കലഹിക്കാത്തവൻ, കലഹം, ഈ കലഹിക്കാതിരിക്കാൻ പാടാ കേട്ടോ. നമ്മളെ വല്ലാതെ ഹർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളതെല്ലാം മറന്ന് സംസാരിച്ചു പോകും. വളരെ വിവേകത്തോടെ ചിന്തിച്ച് ഒക്കെ പറയണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു സഹോദരൻ വേറൊരു സഹോദരനോട് പറയാം, എൻ്റെ സഹോദരൻ ഞാൻ കേട്ടുമടുത്തു, അവസാനം ഞാൻ പ്രാർത്ഥിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് അവൻ ടോറെണ്ണാൻ കൊടുത്തു എന്ന് പറഞ്ഞു. ദൈവകൃപയിൽ ആശ്രയിച്ച് നടന്ന കാര്യമാണ് പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? വഴക്കുണ്ടാക്കി പോകും. അറിയില്ല നമ്മൾ വഴക്കിൽ ചെന്ന് ചാടുന്നത് അറിയാതെ പോയി നമ്മൾ വീഴും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് പറഞ്ഞു, അതിന് ആൻസർ പറഞ്ഞു, വീണ്ടും പറഞ്ഞു, ആൻസർ പറഞ്ഞു, വീണ്ടും പറഞ്ഞു, ആൻസർ പറഞ്ഞ് നമ്മൾ വിചാരിക്കാത്ത ഒരു ക്ലൈമാക്സിലേക്ക് ഇത് പോവും. നമുക്കൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, സംഭവിച്ചിട്ടുള്ളതാണ്, ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ബില്ലി ഗ്രഹാമും C.S. ലൂയിസും ഒക്കെ അവരുടെ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, തെറ്റായി ദയ കാണിച്ചു കഴിഞ്ഞാൽ മനുഷ്യരെ നശിപ്പിക്കുമെന്ന്. ചില കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ അവിടെ സാരമില്ല, പോട്ടെ, വിശ്വാസിയാണ്, ക്ഷമിച്ചേക്കാം, വിട്ടേക്കാം, അത് അവനെ നശിപ്പിച്ച് കൈ കൊടുക്കും. അത് ചില കാര്യങ്ങളിൽ ഗൗരവം വേണം, പക്ഷേ ചില കാര്യങ്ങളിൽ അയയണം. അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കി, അതിൻ്റെ വിഷയത്തിൻ്റെ ഗൗരവ സ്വഭാവം മനസ്സിലാക്കി അത് ചെയ്യണം. ഈ മർക്കോസിൻ്റെ കാര്യത്തിൽ 2 ദൈവദാസന്മാർ കലഹിച്ചു. അത് രണ്ടും നന്നായി എന്ന് ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് തോന്നി. മർക്കോസിനെയും കൂട്ടിക്കൊണ്ട് ബർന്നബാസ് പോയി. 2 തിമോത്തി 4 പൗലോസ് പറഞ്ഞു, അവൻ ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാകിയാൽ കൂട്ടിക്കൊണ്ടുവരിക. ഈ 2 പേരും എടുത്ത നിലപാട് നന്നായി. മർക്കോസിനെ നഷ്ടപ്പെടുത്തി കളയണ്ടെന്ന് ബർന്നബാസ് തീരുമാനിച്ചു, അത് നന്നായി. ഒരു ഗൗരവമായ സ്റ്റാൻഡ് പൗലോസ് എടുത്തു, അത് നന്നായി. ഇപ്പോൾ പുള്ളി ആരായിട്ട് മാറി? നഷ്ടപ്പെട്ടില്ലെന്നുള്ളത് മാത്രമല്ല, ശുശ്രൂഷയിൽ ഉപയോഗമുള്ളവനായിട്ട് തീർന്നു. അപ്പോൾ ഇത് രണ്ടും വേണം. ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടുത്തമില്ല. ഇതൊക്കെ ദൈവത്താൽ സാധിക്കും. സത്യസന്ധമായും ആത്മാർത്ഥമായും നല്ല ലക്ഷ്യത്തിലൊക്കെ എടുക്കുന്ന തീരുമാനങ്ങളും കറക്ഷൻസും ഒക്കെ ഗുണമായിട്ട് ദൈവം തീർക്കും. പിന്നെ പറയുന്ന കാര്യമാണ് തൻ്റെ കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ ഭരിക്കും? ഒരു വലിയ ചോദ്യമാണത്, വലിയൊരു ചോദ്യമാണ്. അത് നമ്മുടെ ഒരു ദിനംപ്രതിയുള്ള പ്രാർത്ഥനയായിരിക്കണം, കർത്താവേ, കുടുംബത്തെ നന്നായി ഭരിക്കാൻ ഉള്ള ഗ്രേസ് എനിക്ക് തരണം, അതിനുള്ള ബുദ്ധി എനിക്ക് തരണം, അതിനുള്ള വിവേകം തരണം. ഈ ഭവനത്തെ സ്വർഗം കാവൽ ചെയ്യണം.
ഇവിടെയുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ, പിള്ളേരെയും മുതിർന്നവരെയും ഒക്കെ ദൈവം കാവൽ ചെയ്യണം, സൂക്ഷിക്കണം. അതിൽ പുരുഷന്മാരും അവരുടെ ഭാര്യമാരും ഒക്കെ നല്ല ശ്രദ്ധയും ഒക്കെ വേണം. ഒരിക്കൽ ഒരു പ്രസിദ്ധനായ ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, പുള്ളി ഇങ്ങനെ വൈകുന്നേരമുള്ള മിനിസ്ട്രിക്ക് വേണ്ടി ഇങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ പോവുകയാണ്. പോയി കുറേ ദൂരം ചെന്നപ്പോൾ പുള്ളിയുടെ ഉള്ളിൽ ഞാനിങ്ങനെയൊക്കെ പോവുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, എൻ്റെ വീട്ടിൽ വൈഫും മക്കളും ഒക്കെ എന്തെടുക്കുമായിരിക്കും, അവർ ദൈവത്തോടുള്ള ബന്ധത്തിലായിരിക്കുമോ എന്നുള്ളൊരു വേഗം ഒരു ഫീലിംഗ് തൻ്റെ ഉള്ളിൽ വന്നിട്ട് പുള്ളി ആ കുതിരപ്പുറത്ത് അതുപോലെ തിരിച്ച് വന്നു തൻ്റെ വീട്ടിലേക്ക്. വന്ന് അദ്ദേഹം പയ്യെ ചെന്നിങ്ങനെ വാതിലിനോട് ചേർന്ന് നോക്കിയ സമയത്ത് പുള്ളിക്ക് വളരെ ആശ്വാസം തോന്നി. വൈഫും പിള്ളേരും ഒക്കെ ഒരുമിച്ചിരിക്കുന്നു, പാട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, വചനം വായിക്കുന്നു. ഹി വാസ് കംഫർട്ടഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന കാര്യം, അത് അങ്ങേറ്റം ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന കാര്യമാണിത്. അപ്പോൾ നമ്മുടെ വൈഫ്സും നമ്മുടെ പിള്ളേരും ഒക്കെ നമ്മുടെ ഒപ്പം വേണം, നമ്മുടെ ശുശ്രൂഷയിൽ നമ്മുടെ ഒപ്പം ആവശ്യമാണ്. അവരാണ് നമ്മുടെ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. അവരുടെ സഹായമില്ലെങ്കിൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്നെ ചെയ്യാൻ പറ്റും? അപ്പം അത് നമ്മുടെ കഴിവുകൊണ്ടൊന്നും സാധിക്കുമൊന്നുമില്ല കേട്ടോ. അതിനൊക്കെ ദൈവത്തിൻ്റെ പ്രത്യേക കൃപയും സഹായവും ഒക്കെ വളരെ ആവശ്യമാണ്, വളരെ കൃപ ആവശ്യമാണ്. ദൈവം പ്രവർത്തിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ നിരന്തരം ഒരു പ്രാർത്ഥനയായിരിക്കണം, കർത്താവേ ഈ കുടുംബത്തെ ദൈവം കാത്തുകൊള്ളണം, പിള്ളേരെ കാത്തുകൊള്ളണം, തലമുറകളെ ദൈവം സൂക്ഷിക്കണം, കരുതണം, അവരുടെ ഹൃദയങ്ങളെയൊക്കെ ദൈവം സൂക്ഷിക്കണമെന്നുള്ളത്. അത് നമ്മുടെ നിരന്തര പ്രാർത്ഥനയും. ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യം തന്നെയാണ് അത്. അതിനെന്നാ സംശയമുള്ളത്? ഒരിക്കലും ഒരു സ്ഥലത്ത് ഒരു ബ്രദർ ഇങ്ങനെ ക്ലാസ് എടുത്തു കഴിഞ്ഞ സമയത്ത് ആ ഇടയ്ക്ക് ഇങ്ങനെ അന്വേഷകരായിട്ട് ചർച്ചിൽ വരുന്ന ഒരു ബ്രദർ വന്നിട്ട് പറഞ്ഞു, എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം ക്ലാസ് എടുത്ത ആൾ പറയാണ്, ബ്രദറിൻ്റെ മോൻ ഫ്രണ്ടിലിരുന്ന് വളരെ ശ്രദ്ധിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. സാധാരണ അത് എളുപ്പമല്ല, വളരെ ശ്രദ്ധിച്ചിരുന്ന് ക്ലാസ് കേൾക്കുന്നത് കണ്ടു. അത് നന്നായെന്ന് പറഞ്ഞു, വളരെ നന്നായെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ അല്ല ആളുകൾ ശ്രദ്ധിക്കുന്നതേ. ആളുകൾക്ക് പലർക്കും പല വ്യൂസാണ്. അപ്പോൾ ഈ കർത്താവിൻ്റെ ദാസൻ വചനം പറഞ്ഞു, അല്ലെങ്കിൽ പാട്ട് പാടി പ്രാർത്ഥിച്ചു, അപ്പം അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്ന് പറയുമ്പം അങ്ങനെ അത് ഒരു വലിയ കാര്യമാണല്ലോ, ചെറിയ കാര്യമല്ലല്ലോ. ദൈവാനിലയിലൊക്കെ നമ്മളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. അതിനുള്ള കൃപയൊക്കെ ദൈവം തന്നെ ധാരാളമായിട്ട് തരട്ടെ. പിന്നെ പറയുന്ന ഒരു വാക്കാണ് പുതിയ ശിഷ്യനരുത്, അല്ലേ? നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതിയ ശിഷ്യനും അരുത്. പുതിയ ആളുകൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്, അതൊക്കെ അവർ ചെയ്യണം. കുറച്ചും കൂടെ മുതിർന്ന ആളുകൾക്ക് ചെയ്യാവുന്ന കാര്യമുണ്ട്, അത് മുതിർന്നവർ ചെയ്യട്ടെ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റില്ല. ചാൾസ് റൈറി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, കാലത്തിന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ദൈവത്തിന് പോലും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതാണ്. ഒരു കാലം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരേണ്ട ഒരു ട്രാൻസ്ഫോർമേഷൻ അതങ്ങനെ തന്നെ വരാൻ പറ്റുള്ളൂ, അതങ്ങനെ വരുള്ളൂ, അതങ്ങനെ വരണം. അത് ദൈവം വേഗം ഒരു അത്ഭുതമൊന്നും ചെയ്ത് അവനെ അതിന് പരുവത്തിലൊന്നും ആക്കില്ല. പിന്നെ ചില സമയത്ത് ദൈവ ആളുകളെ പക്വതപ്പെടുത്തുന്നത് സാധാരണയിൽ കവിഞ്ഞ പ്രഷർ ചെലുത്തിയാൽ നമുക്കറിയാം, അല്ലേ? ഇപ്പം ജോസഫ് 30-ാമത്തെ വയസ്സിൽ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി. 17-ാമത്തെ വയസ്സിൽ അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്താക്കി. 13 വർഷത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് വല്ലാത്ത അനുഭവമായിപ്പോയി. 30-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ പിടിച്ച് ഈ സ്ഥാനത്താക്കാനായിട്ട് 60 വർഷം കൊണ്ട് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരേണ്ട വ്യത്യാസങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ദൈവം വരുത്തി എന്ന് വേണം ചിന്തിക്കാൻ. അതിന് ദൈവം ചെയ്തൊരു പരിപാടി ഇതൊക്കെയാണ്. പിന്നെ മിക്കവാറും സഹോദരന്മാരോട് ദൈവം അങ്ങനെ ചെയ്യാറില്ല. കാരണം ജോസഫ് അതെല്ലാം കഴിഞ്ഞപ്പം ജോസഫായിട്ട് തന്നെ ബാലൻസ് ഉണ്ടായിരുന്നു. സാധാരണ ഒരുപക്ഷെ അങ്ങനെ ചെയ്താൽ നമ്മളെപ്പോലുള്ള വിശ്വാസികളുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ആൾ ബാലൻസ് ഉണ്ടാവുമോ, വിശ്വാസത്തിലുണ്ടാവുമോ, ഇതൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് നോട്ട് എ നൊവൈസ്, ഒരു പുതിയ ആളാകരുത്, പുതിയ ശിഷ്യനരുത്. പുതിയ ശിഷ്യനായി കഴിഞ്ഞാൽ ആ സ്ഥാനത്തിരുന്ന് മിനിസ്റ്റർ ചെയ്യാൻ തന്നെ കൊണ്ട്
പറ്റില്ല, വിജയമാകില്ല, അനുഗ്രഹമാകില്ല. അതിനുള്ള പരിജ്ഞാനം പ്രാപിച്ചിട്ടില്ല, അനുഭവങ്ങൾ പ്രാപിച്ചിട്ടില്ല. ഒരു എഴുത്തുകാരൻ പറയുന്നത്, ഈ ശുശ്രൂഷയിലേക്ക് വരുന്ന മനുഷ്യന് സ്വന്തം ഹൃദയത്തെ പോലും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, ഞാൻ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനാണ്, പാപസ്വഭാവമൊന്നും ഇപ്പോഴും നീങ്ങിപ്പോയിട്ടില്ല, എനിക്ക് എൻ്റേതായ കുറവുകളൊക്കെ ഉണ്ട്, ചില ഫീൽഡിലൊക്കെ ഞാൻ ഇപ്പോഴും അത്ര സ്ട്രോങ് അല്ല എന്ന ഒരു സ്വയാവബോധം ഈ ശുശ്രൂഷയിൽ വരുന്നവർക്ക് വേണം. ഞാൻ എല്ലാ കാര്യത്തിലും കൊള്ളാം, ഫുള്ളി ക്വാളിഫൈഡ് എന്ന് ചിന്തിക്കുന്ന ഒരു പൊട്ടത്തരമാണ്, ഒരു ബോഷത്തരമാണ്. അങ്ങനെ ചിന്തിക്കാനായിട്ട് പാടില്ല. സ്വന്തം കുറവുകളെക്കുറിച്ച് പറഞ്ഞ് ചിരിക്കുന്നവർ കുറവാണെന്നാണ് പറഞ്ഞത്. അവർ നല്ല മനുഷ്യരാണെന്നാണ് പറഞ്ഞത്. നമ്മളൊക്കെ നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞ് സന്തോഷിക്കുന്നവരാണ്. വേറെ ചില ആളുകളുണ്ട്, എനിക്ക് അങ്ങനെ ഒരു കളിപ്പ് പറ്റി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്ന് പറയുന്നതിൽ അവർ വളരെ സന്തോഷത എന്ന് പറഞ്ഞാൽ അവരുടെ കുറവുകളൊക്കെ അവർ അംഗീകരിച്ചിട്ടുണ്ട്, അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, എനിക്കിങ്ങനെ ചില പ്രോബ്ലംസ് ഉണ്ട്, എന്നെക്കൊണ്ട് അത്രയൊക്കെ പറ്റുള്ളൂ, മറിച്ചൊന്നും വയ്ക്കുന്നില്ല. ഇപ്പം നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു ധാരണ വേണം. എൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, ഈ പറഞ്ഞ പോലെ അത്ര പക്കായൊന്നുമല്ല. പിന്നെ പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പിന്നെ പറയുന്നത് ഗുഡ് ടെസ്റ്റിമണി എമംഗ് ഔട്ട്സൈഡേഴ്സ്, പുറത്തുള്ളവരോട് നല്ല സാക്ഷ്യം. ഒരു വിശ്വാസി ഒരിക്കൽ ഒരു പുള്ളി ഹിറ്റാച്ചി എന്ന് പറഞ്ഞ സാധനം മേടിക്കണമെങ്കിൽ 10-60 ലക്ഷം രൂപയാവുമല്ലോ. ഭയങ്കര വിലപിടിപ്പുള്ള മെഷീനാണ് അത്. പിന്നെ ഈ JCB പോലെ മണ്ണെടുക്കാനും ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ബാങ്കിൽ നിന്ന് ലോൺ വേണം. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്കങ്ങനെ ഒത്തിരി ഇതൊന്നും തരാനായിട്ടില്ല, പക്ഷെ ഒരു മെഷീൻ തന്നാൽ കൊണ്ടുപോയി നടക്കാം, എനിക്കിങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് അതിൻ്റെ ഒപ്പം. അപ്പം ബാങ്കിലെ മാനേജർ വന്ന് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചില ആളുകളോടൊക്കെ ചോദിച്ചു, ഈ പുള്ളിക്ക് ലോൺ കൊടുത്താൽ എങ്ങനെയിരിക്കും. അപ്പോൾ ഈ മനുഷ്യനോട് വിരോധമുള്ളൊരു വർക്ക്ഷോപ്പുകാരനുണ്ട്, പുള്ളിയുടെ അടുത്ത് എന്ന് ചോദിച്ചു. പുള്ളിയുടെ അടുത്ത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനും അവനും തമ്മിൽ അത്ര നല്ല രസത്തിലൊന്നുമല്ല, പക്ഷേ ലോൺ അടയ്ക്കാതെ വന്നാൽ അവനൊരു വണ്ടി വിളിച്ച് ആ വണ്ടിയിൽ ഈ സാധനം കയറ്റി നിങ്ങളുടെ യാർഡിൽ കൊണ്ടുപോയി തരും. ലോൺ അടയ്ക്കാതിരിക്കുന്ന പ്രശ്നമൊന്നും അവനെക്കുറിച്ച് ഇല്ലെന്ന് പറഞ്ഞു. അവരപ്പം തന്നെ 80 ലക്ഷം രൂപ സാങ്ഷനാക്കി കൊടുത്തു. അതാണ് സാക്ഷി. അത്ര പക്കയാന്ന് പറഞ്ഞു, കൃത്യമാണ്, ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നയാൾ അല്ല. അപ്പം ഇവിടെ പറയുന്നത് പുറത്തുള്ള മനുഷ്യരോട് നല്ല സാക്ഷ്യം. പുറത്തുള്ള മനുഷ്യർ പറയുന്ന ഒരു കാര്യങ്ങളൊന്നും അതിലൊന്നും ഒരു കഴമ്പില്ലെന്ന് നമ്മൾ ചിന്തിക്കണ്ട. പുറത്തുള്ളവർ പറയുന്നതിൽ കുറച്ച് കഴമ്പൊക്കെ ഉണ്ട്, കുറച്ച് കാര്യമൊക്കെ ഉണ്ട്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ, ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെ കാണും, തിരുത്താൻ ആവശ്യമുള്ള കാര്യങ്ങൾ കാണും. ചുരുങ്ങിയ പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ മറ്റുള്ളവർ എന്നാ ചിന്തിക്കുമെന്നെങ്കിലും ഒന്ന് ചിന്തിക്കുന്നത് നല്ല കാര്യമായിരിക്കും, നല്ല കാര്യമായിരിക്കും. അത് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് ഈ മൂപ്പന്മാർ നന്നായാൽ സഭ നന്നാവും എന്ന് പറഞ്ഞാൽ സഭ മോശമായിരിക്കുന്നത് മുഴുവൻ മൂപ്പന്മാരുടെ കുഴപ്പം കൊണ്ടാണോ? അങ്ങനെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ലീഡേഴ്സ് വളരുമ്പം സഭ വളരും. ലീഡേഴ്സ് പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുമ്പോൾ സഭ പ്രാർത്ഥിക്കും. ലീഡേഴ്സ് ദൈവത്തെ ബഹുമാനിക്കാൻ തീരുമാനിക്കുമ്പോൾ സഭ ബഹുമാനിക്കും. ലീഡേഴ്സ് വചനം പഠിക്കാൻ തുടങ്ങുമ്പോൾ സഭയും വചനം പഠിക്കും. അപ്പം രൂപാന്തരം എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്? നേതൃത്വ ലെവലിൽ രൂപാന്തരം ആരംഭിക്കണം. ഒരിക്കലൊരു സ്നേഹിതനിങ്ങനെ, പുള്ളി ഗൾഫിൽ നിന്നൊക്കെ റിട്ടേൺ ചെയ്ത് നാട്ടിൽ വന്ന് പല കാര്യങ്ങളൊക്കെ ചെയ്ത് ഇച്ചിരി കുഴപ്പത്തിലായി. പുള്ളി കുറച്ച് മദ്യപാനമൊക്കെ ആരംഭിച്ചു. പുള്ളിക്ക് ബൈബിളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്താണ്. പുള്ളി പറഞ്ഞു, അപ്പോഴേ സമയമുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണണം, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. വീട്ടിൽ വൈഫും മക്കളുമൊക്കെ ഭയങ്കര ആത്മീയ താല്പര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ചർച്ച് ഹാളിൽ ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇരുന്ന് പുള്ളി ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു, സംസാരിച്ചു. പുള്ളിയുടെ ഈ മദ്യപാനമൊക്കെ ആ പ്രധാനപ്പെട്ട പ്രശ്നം, അല്ലാതെ ഈ സൗകര്യം മക്കളും അങ്ങനെ വലിയ കുഴപ്പമുള്ള ആളുകളൊന്നുമല്ല. അപ്പം ഞാൻ ഈ 128-ാമത്തെ സങ്കീർത്തനം ഇങ്ങനെ എടുത്ത് യഹോവയെ ഭയപ്പെട്ട അവൻ്റെ വഴികൾ നടക്കുന്ന ഭാഗ്യവാൻ അല്ലേ? ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? അല്ല അങ്ങനെയല്ല, അത് പറയുന്നതിന് മുമ്പ് പറയുന്നുണ്ടല്ലോ. അതായത് നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും,
ആ എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഭാഗമൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഭാഗമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇതെല്ലാം ആരംഭിക്കുന്ന എവിടെ നിന്നാണ്? അപ്പോൾ അവിടുന്ന് ഇതിൻ്റെ തുടക്കം. അപ്പോൾ പുള്ളി പറഞ്ഞു അത് ശരി, അപ്പം എന്നെ തുടങ്ങണം അല്ലേ എന്ന് ചോദിച്ചു. അതെ, അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. പിന്നെ കണ്ടിട്ടില്ല. വഴക്കുണ്ടാക്കിയൊന്നുമല്ല പിരിഞ്ഞത്. വളരെ സന്തോഷത്തിലും പ്രാർത്ഥിച്ചുമൊക്കെ. പക്ഷെ പുള്ളിക്ക് കാര്യം മനസ്സിലായി, വളരെ കൃത്യം മനസ്സിലായി. ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പുള്ളിയിൽ നിന്നാണെന്ന് പുള്ളിക്ക് മനസ്സിലായി. എന്ന് പറയുന്ന പോലെ നമ്മളിൽ ആരംഭിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവം അതിന് നമുക്ക് കൃപ തരട്ടെ, അതിനുള്ള ലാളിത്യം തരട്ടെ, മാനസിക ഒരുക്കം തരട്ടെ, ആ ഒരു ഉത്തരവാദിത്വ ബോധം നമുക്ക് തരട്ടെ. ഇപ്പോൾ വലിയ വ്യത്യാസങ്ങൾ നമുക്കും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചർച്ചസിലും ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ശുശ്രൂഷ ചെയ്യാനുള്ള അവസരം കിട്ടിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരന്മാർക്കുള്ള നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.